വംശീ വിഭൂഷിതകരാൽ നവനീരജാഭാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം. സപ്തപഞ്ചാശത്തമോധ്യായ 57 അധ്യായം. ശ്രീശുക ഉവാച വിജ്ഞാതാർത്ഥോ വിഗോവിന്ദോ ദഗ്ധാനാകർണ്യ പാണ്ഡവാൻ കുന്തിം ച കുല്യകരണേ സഹരാമോ യയൗ കുരുൻ. ശ്രീശുബ്രഹ്മർഷി കഥ തുടരുകയാണ്. ഇങ്ങനെ ആ സത്യഭാമി ഭഗവാൻ വിവാഹം ചെയ്തിരിക്കുന്ന സമയത്താണ് ആ പാണ്ഡവാൻ ദഗ്ധാനാകർണ്യ കുന്തിം ച പാണ്ഡവന്മാരെയും കുന്തിദേവിയും അരക്കില്ലത്തിൽ വെച്ച് ദഹിച്ചു പോയി എന്ന് കേട്ടിട്ട് വിജ്ഞാതാർത്ഥോവി എന്താണ് യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എന്താണെന്ന് ഭഗവാന് അറിയാം. എങ്കിൽ കൂടി ആ സഹരാമോ യയൗ കുരൂൻ ആ ഏട്ടനോട് കൂടിയിട്ട് ഇവിടേക്ക് ഹസ്തിനപുരത്തിലേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? കുല്യകരണി ആ കുടുംബ മര്യാദ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവർ ഇവിടേക്ക് പോയി ഹസ്തിനാപുരത്തിലേക്ക് പോയി. ഭീഷ്മം കൃപം സവിദുരം ഗാന്ധാരിം ദ്രോണമേവ ച തുല്യദുഃഖൗ ച സംഗമ്യ ഹാ കഷ്ടമിതി ഹോജതൂ. അവിടെ ചെന്ന് എല്ലാവരോടും കണ്ട ഭീഷ്മര്, അതുമാതിരി കൃപര്, വിദുരൻ, ഗാന്ധാരി, ദ്രോണാചാര്യ ഇവരെയൊക്കെ കണ്ടിട്ട് വല്ലാണ്ട് കഷ്ടമായി പോയി എന്നൊക്കെ അങ്ങനെയുള്ള ആ തങ്ങളുടെ ഖേദം അനുശോചനമൊക്കെ അറിയിച്ചു. ഇതി ഊചതുവ എന്ന് പറഞ്ഞു. ആശ്ചര്യം പറയുകയാണ്. കാരണം ഭഗവാനറിയാം എന്താണ് ഇവർ ചെയ്തത്, എങ്ങനെയാണ് അരക്കില്ലത്തിൽ പെട്ടെന്നൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയാം. അത് വിതുരൻ്റെ നിർദ്ദേശപ്രകാരം ആ അരക്കില്ലത്തിൽ എന്താ സമയത്ത് അവിടുന്ന് പുറത്തു വന്നു എന്നും രക്ഷപ്പെട്ടതെന്നൊക്കെ എല്ലാം ഭഗവാനറിയാം. ഈ സമയത്താണ് ലബ്ധ്വൈതനന്തരം രാജൻ ശതതന്വാനമൂജതു അക്രൂരകൃതവർമാണൗ മണി കസ്മന്ന ഗൃഹ്യതേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാനും ബലരാമനും ഈ ഹസ്തിനാപുരത്തേക്ക് പോയ സമയത്ത് എന്തുണ്ടായി? ഈ പരീക്ഷിത്തേ ഈ സമയത്ത് ലബ്ധ്വാ കസ്മാൽ മണി ന ഗൃഹ്യതേ അക്രൂരകൃതവർമാണൗ ശതതന്വാനം ഊചതു. ഈ നേരത്തെ പറഞ്ഞില്ലേ, സത്യഭാമ എന്നുള്ള ആ സ്ത്രീ സതീരത്നത്തെ പലരും കാക്ഷിച്ചിരുന്നു. അക്രൂരന് ആഗ്രഹം ഉണ്ടായിരുന്നു, കൃതവർമാവിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല സത്രാജിത്ത് ഇദ്ദേഹത്തിന് ഈ ശതധന്വാവ് എന്ന് പറഞ്ഞുള്ളൊരു യാദവന് വാക്കും കൂടി കൊടുത്തിട്ടുണ്ടത്രേ. അതായത് അങ്ങക്ക് എൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു തരാമെന്ന്. അപ്പോൾ ഈ രാമനും കൃഷ്ണനും ഇവിടുന്ന് പോയ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും അതിലൊരു ഈർഷ്യയുണ്ട്. സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അക്രൂരനും കൃതവർമാവും കൂടിയിട്ട് ശതധന്വാവിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തിന് എന്താ പറയുക മൂച്ചുകൂട്ടി എന്താ പറഞ്ഞത്, നോക്കൂ അങ്ങേക്ക് വിവാഹം കഴിച്ച് തരാമെന്നല്ലേ സത്രാജിത്ത് പറഞ്ഞിരുന്നത് സത്യഭാമയെ. എന്നിട്ടുണ്ടായില്ലല്ലോ, ഒരു കാര്യം ചെയ്യുക, ഏതായാലും ഇപ്പോൾ സത്യഭാമയൊക്കെ പറ്റില്ല, ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ സേമന്തകമണിയെങ്കിലും അങ്ങോട്ട് തട്ടിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞു. യോസ്മഭ്യം സമ്പ്രതിശ്രുത്യ കന്യാരത്നം വിഗർഹ്യന കൃഷ്ണായാദന്ന സത്രാജിൽ കസ്മാൽ ഭ്രാതരമന്വിയൽ. സത്രാജിൽ ഏതൊരു സത്രാജിത്ത് അസ്മഭ്യം സമ്പ്രതിശ്രുത്യ നമുക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ന വിഗൃഹ്യ നമ്മെ അവഗണിച്ച് കന്യാരത്നം ആ കന്യകാരത്നത്തെ കൃഷ്ണായാതാൽ ശ്രീകൃഷ്ണനായിട്ട് ദാനം ചെയ്തുവോ അയാൾ ഭ്രാതരം കസ്മാൽ ന അന്വിയാൽ അയാളുടെ അനുജം പോയ വഴിക്ക് എന്തുകൊണ്ട് അയച്ചുകൂടാന്ന്. അത് സൈന്യം മരിച്ചില്ലേ, അതുമാതിരി ഇയാളെയും എന്തുകൊണ്ട് കൊന്നുകൂടാ എന്നാണ് ചോദിച്ചത്. ഏവം ഭിന്നമതിസ്ഥാപ്യം സത്രാജിതമസത്തമ ശയാനമവധില്ലോഭൽ സപാവ ക്ഷീണജീവിത. താഭ്യാം ഏവം ഭിന്നമതി. ഇപ്രകാരം ഇവർ രണ്ടുപേരാലും താഭ്യ എന്ന് പറഞ്ഞാൽ ഈ അക്രൂരനും കൃതവർമാവും, അതായത് അവരാൽ ഇപ്രകാരം ഭിന്നമതി മനസ്സിനെ ഇളക്കപ്പെട്ടവനും അസത്തമ സ്വതവേ തന്നെ അസത്തുക്കളിൽ അഗ്രഗണ്യനുമായ പാപിയുമായ ക്ഷീണജീവിത ആയുസ് ഒടുങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള
ആ ശതധന്വാവ് ലോഭാൽ ദുർമോഹം നിമിത്തം ശയാനം സത്രാജിതം അവധിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയം സത്രാജിത്തിനെ വധിച്ചു. സ്ത്രീണം വിക്രോശമാനാനാം ഗ്രന്ഥന്തീനാം അനാഥവൽ ഹത്വാ പശുൻ സൗനികവൻ മണിമാതായ ജഗ്മിവൻ സത്യഭാമാച പിതരം ഹതം വിഖ്യ ശുചാർപ്പിതാ വിലവൽ താതതാതേതി ഹാ ഹതാസ്മീതി മുഹ്യതി. ഇങ്ങനെ ഈ ശതജനാവ് സത്രാജിത്തിൻ്റെ ഗൃഹത്തിൽ ചെന്നിട്ട് സ്ത്രീകളെല്ലാവരും ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ബഹളം കൂട്ടുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. ആ സമയത്ത് അതൊന്നും കൂസാതെ ആ അനാഥകളായിട്ടാണ് അവർ കരയാവുന്ന ഹത്വാ പശൂൻ സൗനികവൻ, ഒരു കശാപ്പുകാരൻ പശുവിനെ കൊല്ലണ മാതിരി സത്രാജിത്തിനെ ഉറക്കത്തിലാണ് കൊന്നു. എന്നിട്ടോ മണിമാതായ ജഗ്മിവാൻ, ആ ഇതിൽ ആ സ്യമന്തകമണിയും അവൻ്റെ സത്രാജിത്തിനെ തട്ടിയെടുത്തു. സത്യഭാമ വേഗാപ്ലയ്ക്കും അച്ഛൻ മരിച്ചു എന്ന് കേട്ടിട്ട് വളരെയധികം ദുഃഖാർത്ഥയായിട്ട് അച്ഛാ അച്ഛാ എന്നൊക്കെ പറഞ്ഞ് കുറേ നിലവിളിച്ചു. എന്നിട്ടോ താൻ നശിക്കാതായല്ലോ, നശിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് കരഞ്ഞു. എന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ബോധക്ഷയം വന്നു. ഹതാസ്മീതി മുഖ്യതി. എന്നിട്ടോ തൈലദ്രോണ്യമൃതം പ്രാസ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താജഖ്യൗപി ദുർവധം. ഒരു പക്ഷേ ആ രാത്രി സത്യഭാമ ഇവിടുന്ന് ദ്വാരകയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ മരിച്ച വീടും കേട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. എന്നിട്ടാണ് ഈ കരച്ചിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. എന്നിട്ടോ അതിനുശേഷം എന്ത് ചെയ്തു, അച്ഛൻ്റെ ആ മൃതദേഹത്തിനെ ആ ഒരു എണ്ണപ്പാതിയിൽ കേടുവരാണ്ട് സൂക്ഷിച്ചിട്ട് സത്യഭാമ എന്ത് ചെയ്തു, വേഗം ഹസ്തിനാപുരത്തിലേക്ക് അങ്ങോട്ട് യാത്ര ചെയ്തു തന്നെ. എന്നിട്ടോ എന്തിനാണ് ഭഗവാനോട് ഈ വിവരം പറയാൻ വേണ്ടിയിട്ട്. തഥാ കൃഷ്ണായ വിദിതാർത്ഥായ തപ്ത ആരഖ്യൗപി ദുർവധം. അവിടെ ചെന്ന് ഭഗവാനോടും ബലരാമനോടും തൻ്റെ അച്ഛൻ ഇങ്ങനെ ശതധന്വാവിനാൽ വധിക്കപ്പെട്ട വിവരമൊക്കെ പറയുകയും ചെയ്തു. തഥാകർണ്യേശ്വരോ രാജൻ അനുസൃത്യ നൃലോകതം അഹോനപരമം കഷ്ടം ഇത്യസ്രാക്ഷൗ വിലേപതൂ. അപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും ഒരു സാധാരണ മനുഷ്യന്മാരുടെ സ്വഭാവമൊക്കെ സ്വീകരിച്ചിട്ട് എന്താണ് അനുസൃത്യ നൃലോകതം, അയ്യോ കഷ്ടമായി പോയല്ലോ, എന്താ നമുക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആപത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങനെ വിലപിച്ചു കുറച്ച് നേരം. എന്നിട്ടോ ആഗത്യ ഭഗവാൻ തസ്മാൽ സഭാര്യ സാഗ്രജപുരം ശതധന്വാനമാരേപേ ഹന്തും ഹർത്തും മണിം തഥാ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആ സത്യഭാമയോട് കൂടിയിട്ട് ബലരാമനോടും കൂടിയിട്ട് ഭഗവാൻ ഹസ്തിനാപുരത്ത് നിന്ന് വേഗം ദ്വാരകയിലേക്ക് അങ്ങോട്ട് തിരിച്ചു വന്നു. എന്നിട്ടോ ശതധന്വാനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ നിഗ്രഹിച്ചിട്ട് ശിവന്തകം മണ്ണിക്കണം അതിനുള്ള പരിശ്രമം അങ്ങോട്ട് ആരംഭിച്ചു. സോവി കൃഷ്ണോദ്യമം ജ്ഞാത്വാ ഭീത പ്രാണപരിപ്സയാ സാഹായ്യേ കൃതവർമാണം അയാചത സചാബ്രവീൽ. കൃതവർമാണം അയാചത സചാബ്രവീൽ. ഇത് സത്രാജിത്തിന് മനസ്സിലായ എന്താ ശതധന്വാവിന് മനസ്സിലായി ഭഗവാനും ബലരാമനും ഇവിടെ വന്നിട്ടുണ്ട്, അവരുടെ ഉദ്ദേശം എന്നതാണ്, തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വധിച്ചിട്ട് ശിവന്തകം വീണ്ടെടുക്കുകയാണ് ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായപ്പോഴേക്കും പേടിച്ച് പ്രാണപരീപ്സയ ജീവനുള്ള ഭയം കൊണ്ട് അയ്യോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത്, എന്നെ രക്ഷിക്കണേന്ന് ആദ്യം കൃതവർമാമിൻ്റെ അടുത്ത് ചെന്നിട്ട് യാചിച്ചു. അപ്പോഴോ നാഗാമീശ്വരയോ പുര്യം ഹേളനം രാമകൃഷ്ണയോ കോനുക്ഷേമായ കൽപ്പേത തയോർ വൃജിനമാചരൻ. അപ്പോഴേക്കും കൃതമൗർ എന്താ ഈ പറയണത്, രാമകൃഷ്ണന്മാരെ അവഹേളിക്കുന്ന ഒരു കാര്യത്തിന് എന്നെയൊന്നും കിട്ടില്ല, ഞാൻ ഉണ്ടാവില്ല, അവരോട് കളിച്ചാൽ പിന്നെ ആർക്കാണ് ക്ഷേമം ഉണ്ടാവുക, അനർത്ഥമല്ലാണ്ട് ആർക്കാണ് ഉണ്ടാവുക എന്നൊക്കെ പറയാൻ തുടങ്ങി കൃതവർമാവ്. കംസസഹാനുഗോപീതോ കംസ സഹാനുഗോപീതോ യദ്വേഷാത്യാജിതശ്രിയാ ജരാസന്ധ സപ്തദശ സംയുഗൻ വിരഥോ ഗതാ. ആ ഭഗവാന്റെ ശത്രുത്വം ഹേതുവായിട്ട് ആ കംസനും അനുയായികളൊക്കെ ഉണ്ടല്ലോ നഷ്ടശ്രീമാന്മാരായിട്ട് ആ മരിച്ചുപോയി. പിന്നെയോ 17 തവണ ശ്രീകൃഷ്ണനെ ആക്രമിച്ചുള്ള ആ ജരാസന്ധൻ ഒടുവിൽ തേരും പോലും നഷ്ടപ്പെട്ടിട്ട് പരാജിതനായിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തത്.
പ്രത്യാഖ്യാത സചാക്രൂരം പാർഷ്ണിഗ്രാഹമയാചത സോപ്യാകോ വിരുദ്ധേത വിദ്വാൻ ഈശ്വരയോർബലം. ഇപ്രകാരം പ്രത്യാഖ്യാത ഇങ്ങനെ തന്നെ സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറുപടി പറയപ്പെട്ട സച ആ ശതധന്വാവ് എന്ത് ചെയ്തു? കൃതവർമാവിൻ്റെ അടുത്ത് നിന്ന് വേഗം അക്രൂരനെ അടുത്ത് സമീപിച്ചു. എന്നിട്ടോ അക്രൂരം പാർഷ്ണിഗ്രാഹം അയാചത. നോക്കൂ, അക്രൂര അങ്ങ് എന്നെ വന്ന് സഹായിക്കണേ, അതായത് പാർഷ്ണിഗ്രാഹം എന്ന് പറഞ്ഞാൽ പിൻബലക്കാരനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് യാചിച്ചു. ഈശ്വരയോ ബലം വിദ്വാൻ വിരുദ്ധേത. എന്താ കഥ! ആ ഈശ്വരന്മാരായുള്ള രാമകൃഷ്ണന്മാരുടെ ബലത്തെ അറിയുന്ന ഏതൊരാളാണ് അവരോട് പിണങ്ങുക എന്ന് അക്രൂരനും ഇവരോട് പറഞ്ഞു. യൈദം ലീലയാ വിശ്വം സൃജത്യവതി ഹന്തി ചേഷ്ടം വിശ്വസൃജോ യസ്യ ന വിദുർമോഹിതാജയാ. എന്നിട്ട് ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഓരോന്ന് വരുന്നതാണ് പറയുകയാണ്. എന്താണ് ഇതം ഈ ഒരു ലീലയായിട്ട് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സൃജത്യവധി ഹന്തിച്ച സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. അങ്ങനെയുള്ള യസ്യ ചേഷ്ടം അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തികളുടെ ആ രഹസ്യത്തെ അജയാമോഹിത വെറും മായ കൊണ്ട് മോഹിച്ചിട്ടുള്ള നമ്മൾക്ക് ആർക്ക് വിശ്വസൃജ നവീതു ബ്രഹ്മാദികൾക്ക് പോലും അറിയുന്നില്ല എന്ന് പറയുകയാണ്. പിന്നെയാണോ അത്ര ശ്രേഷ്ഠനാണ് ആ ഭഗവാൻ. സപ്രഹായന ശൈലമുൽപാട്യേന വാണിന ദധാരലീലയാബാല ഉച്ചിലീന്ദ്രമിവാർഭക. ആലോചിച്ച് നോക്കൂ, 7 വയസ്സ് പ്രായമുള്ള ആ ഉണ്ണി, ഭഗവാൻ ഉണ്ണിയായിരിക്കുന്ന സമയത്ത് ഏകേന പാണിന ശൈലം ഉൽപ്പാട്ട ഒറ്റ കൈകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതം അങ്ങനെ പുഴക്കിയെടുത്തിട്ട് അർഭക ലീലയാ ഉച്ചിലീന്ദ്രം ദധാര. അതായത് ആ ഒരു ചെറിയൊരു കുട്ടി ഒരു കൂണിനെ അങ്ങനെ പൊക്കി പിടിക്കണമാതിരി നിഷ്പ്രയാസം അങ്ങനെ പൊക്കി പിടിച്ചു 7 ദിവസം എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള തസ്മൈ നമത്തസ്മൈ ഭഗവതേ കൃഷ്ണായ അദ്ഭുതകർമ്മണേ അനന്തായ അതിഭൂതായ കൂടസ്ഥായ ആത്മനേ നമഃ. അങ്ങനെയുള്ള തസ്മൈ അപ്രകാരം അത്ഭുതകരങ്ങളായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനും ഭഗവാനുമായ ശ്രീകൃഷ്ണന് നമസ്കാരം. ആദിഭൂതായ സർവകാരണഭൂതനും അനന്തായ അനന്തനും കൂടസ്ഥായ സർവ അന്തര്യാമിയും ആത്മസ്വരൂപനുമായുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് അക്രൂരം ഭഗവാനെ ഒരൊറ്റ നമസ്കാരം ശതധന്വാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഈ സത്രാജിത്തിനെ എങ്ങനെ വധിക്കാൻ പ്രേരിപ്പിച്ചുള്ള 2 പേരും ഇങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് കൈയൊഴുകയാണ്. അപ്പോൾ ഇതാണ് അന്യൻ്റെ വാക്കുകൾ കേട്ടിട്ട് എന്തെങ്കിലും അക്രമത്തിന് ഒരുങ്ങിയാൽ ഫലം അനുഭവിക്കാൻ കൂടെ ആരും ഉണ്ടാവില്ല എന്നാണ് അതിൻ്റെ ഗുണപാഠം. എന്നിട്ടോ പ്രത്യാഖ്യാത സതേനാവി ശതധന്വാ മഹാമണിം തസ്മിന്നസ്യാശ്വമാരുഹ്യ ശതയോജനകം യയൗ. ഇതങ്ങോട്ട് കേട്ടപ്പോഴല്ലോ ശതധന്വാനും വല്ലാണ്ട് നിരാശയും കോപകട വന്നു. അത് ശരി, നിങ്ങളെല്ലാവരും എന്നെ പറ്റിക്കുകയാണല്ലേ, അത് ചെയ്യുന്ന ഇതാ എനിക്ക് വേണ്ട, നിങ്ങളുടെ മണിയെന്ന് വേണം, എനിക്കിപ്പോൾ എൻ്റെ ജീവനാ വലുതെന്ന് പറഞ്ഞ് കയ്യിലുള്ള ആ സ്യമന്തകം മണി അക്രൂരനെ ഏൽപ്പിച്ചിട്ട് ഒറ്റയടിക്ക് അവിടുന്ന് എവിടെയും നിൽക്കാണ്ട് അതെൻ്റെ കുതിരപ്പുറത്താണ് ശതയോജനകം യയവും അതിവേഗത്തിൽ കുതിര ഓടിച്ചുകൊണ്ട് ഒരു 100 യോജന ദൂരത്തേക്ക് അങ്ങോട്ട് ഓടിപ്പോയി എന്ന് പറയുകയാണ്. ആ സമയത്ത് ഭഗവാനോ ഗരുഡധ്വജമാരുഹ്യ രഥം രാമജനാർദ്ദനവും അന്വയാതം മഹാവേഗൈർ അശ്വൈ രാജൻ ഗുരുദ്രുഹം. അങ്ങനെ തങ്ങളുടെ ഗുരുതിൻ്റെതായുള്ള തൻ്റെ ശ്വശുരനെ വധിച്ചുള്ള ആ ശതധന്വാവിനെ പിന്തുടർന്നുകൊണ്ട് രാമകൃഷ്ണന്മാർ ആ ഭഗവാന്റെ ഗരുഡധ്വജം ഗരുഡൻ്റെ കൊടിയടയാളുള്ള തേരിലങ്ങോട്ട് കയറിയിട്ട് ശതധന്വാവിനെ പിന്തുടർന്നു. മിഥിലായം ഉപവനെ വിസൃജ്യ പതിതം ഹയം പദ്ഭ്യാമധാവൽ സന്ത്രസ്ത കൃഷ്ണോപ്യന്വദ്രവൽരുഷ. മിഥിലാ രാജ്യത്തിൻ്റെ ഉപവനത്തിൽ അതിൻ്റെ പുറത്തുള്ള ഉദ്യാന പ്രദേശത്ത് എത്തുമ്പോഴേക്കും ഈ ശതധന്വാവിൻ്റെ കുതിര ക്ഷീണിച്ച് അവിടെ ഇങ്ങോട്ട് വീണു. വേഗം ആ കുതിരയെ അവിടെ വിട്ടിട്ട് കാൽനടയിട്ട് അങ്ങോട്ട് ഓട്ടം തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്തു? വേഗം ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ കൃഷ്ണോപ്യന്വദ്രവൽ കോപത്തോടുകൂടി ഏട്ടാ ഞാൻ കയറി പിടിച്ചളയാന്ന് പറഞ്ഞ് ഭഗവാൻ ശതധന്വാവിൻ്റെ പിന്നാലെ ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി.
പദാദേർഭഗവം തസ്യ പദാദിസ്തിഗ്മനേമിന ചക്രേണ സുര ഉത്കൃത്യ വാസസോവ്യതിനൊന്മണിം. കാൽനടയായിട്ട് ഇങ്ങനെ ഓടുന്ന ശതധന്വാവിനെ ഭഗവാനും പിന്തുടർന്ന് ഓടിയിട്ട് തൻ്റെ സുദർശന ചക്രം കൊണ്ട് ശതധന്വാവിൻ്റെ കഴുത്ത് അങ്ങോട്ട് അറുത്തു ആദ്യം കേട്ടോ. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിലൊക്കെ എവിടെ തിരഞ്ഞിട്ടും വാസസോർ വ്യചിനോൻ മണി കിട്ടിയതുമില്ല എന്ന് പറയുകയാണ്. അലബ്ധമണിരാഗത്യ കൃഷ്ണ ആഹാഗ്രജാന്തികം മൃതാഹത ശതധനു മണിസ്തത്ര വിദ്യതേ. അപ്പോഴേക്കും ഭഗവാനും ചെറിയൊരു കുറ്റബോധത്തോടു കൂടി വേണ്ടിയിരുന്നില്ല, അവനെ വെറുതെ കൊന്നു, അതിൻ്റെ മണി ഇട്ട് കിട്ടിയതുമില്ല എന്നൊക്കെ ഏട്ടൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. വൃതാഹത ശതധനുർ മണിത്തത്ര വിദ്യതേ എൻ്റെ കയ്യിൽ. അപ്പോൾ ബലരാമന് തോന്നി തഥാഹബലോ നൂനം സമണി ശരതന്വന കസ്മിൻസിൽ പുരുഷേന്യസ്ത തമന്വേഷപുരം വ്രജ. നീ ഒരു കാര്യം ചെയ്യുക, അതെ ശരതന്വാവിൻ്റെ കയ്യിലില്ലെങ്കിൽ അവൻ അവിടുന്ന് ഈ പേടിച്ച് ഓർണേൻ്റെ മുമ്പായിട്ട് ആരെയോ ആ മണി ഏൽപ്പിച്ചിട്ടുണ്ട് ദ്വാരകയിൽ. നീ ആരാണ് അത് കണ്ടുപിടിക്കുക. ഞാൻ ഏതായാലും അഹം വിദേഹമിച്ഛാമി ദ്രഷ്ടും പ്രിയതമം മമ ഇത്യുത്വാമിഥിലം രാജൻ വിവേചയതു നന്ദന. ഏതായാലും അപ്പോഴേക്കും മിഥിലാപുരുടെ നഗരത്തിൻ്റെ അടുത്തല്ലേ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചങ്ങാതിയാണ് ഇവിടുത്തെ മിഥിലാരാജൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കണ്ടിട്ട് കുറച്ച് ദിവസം അവിടെ കൂടിയിട്ടേ വരുള്ളൂ, നീ അതിൻ്റെ ഇടയിൽ പോയിട്ട് മണി അവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുകയെന്നും പറഞ്ഞ് ഭഗവാനെ അവിടെ തിരിച്ചയച്ചു. തം ദൃഷ്ട്വാ സഹസോത്ഥായ മൈഥില പ്രീതമാനസ അർഹയാമാസ വിധിവൽ അർഹണീയം സമർഹണൈ. ഇങ്ങനെ ബലരാമൻ ആ മിഥിലാലയത്തിലേക്ക് അങ്ങനെ ചെന്ന സമയത്ത് മൈഥില തം ദൃഷ്ട്വാ മിഥിലാ രാജാവ് അദ്ദേഹത്തെ കണ്ടിട്ട് പ്രീതമാനസ സഹസ ഉത്ഥായ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എഴുന്നേറ്റിട്ട് അർഹണീയം എപ്പോഴും പൂജാർഹനായിട്ടുള്ള അദ്ദേഹത്തെ സമർഹണൈ വിധിവൽ അർഹയാമാസ പൂജാസാമഗ്രികളെ കൊണ്ട് വേണ്ട പ്രകാരം അദ്ദേഹത്തിനെ ആരാധിച്ചു. ഉവാസ തസ്യാം കതിജിൻ മിഥിലായാം സമാവിഭു മാനിത പ്രീതിയുക്തേന ജനകേന മഹാത്മനാ തതോ ശിക്ഷഗതം കാലേ ധാർത്തരാഷ്ട്ര സുയോധന. പ്രീതിയുക്തേന മഹാത്മനാ ജനകേന, ഇങ്ങനെ സന്തോഷഭരിതനായിട്ടുള്ള മഹാമനസ്കനായിട്ടുള്ള ജനകരാജാവിനാൽ മാനിതനായിട്ട് വിഭു ആ പ്രഭാവവാനായിട്ടുള്ള ബലരാമൻ കതിച്ചിൽ സമാ അങ്ങനെ കുറച്ച് വർഷങ്ങളോളം തന്നെയാണ്, കാലം തന്നെ വർഷങ്ങളോളം തന്നെ പറയണം. കതിജിൽ സമാ തസ്യാം ആ മിഥിലാപുരിയിൽ അങ്ങനെ താമസിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ. ആ സമയത്താണ് കാലേ ധാർത്തരാഷ്ട്ര ധൃതരാഷ്ട്രപുത്രനാണ് സുയോധന തഥ ഗദാം ഗദായുദ്ധത്തെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് ഗദായുദ്ധത്തെ ബലരാമനിൽ നിന്ന് പഠിച്ചത് ഈ മിഥില രാജധാനിയിൽ വെച്ചാണ്. അറിയാൻ പെടാം ഭഗവാന്റെ കൂടെയാണ് വെച്ചാൽ ഇത് ഇദ്ദേഹം പഠിപ്പിക്കില്ല എന്നുള്ളതാണ്. ഭഗവാൻ ഇല്ലാത്ത സമയത്ത് അവിടെ മിഥില രാജധാനിയിൽ ഇദ്ദേഹം ബലരാമനുള്ള തക്കം നോക്കിയിട്ട് ആണ് ആ അവസരം നോക്കിയിരുന്നുള്ളതിനാണ് അവിടെ കാലേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവിടെ ചെന്നിട്ട് ഇദ്ദേഹം ഈ ദുര്യോധനൻ ഇദ്ദേഹത്തിൽ നിന്ന് ഗദായുദ്ധം പഠിച്ചു. എന്നിട്ടോ ഭഗവാനോ കേശവോ ദ്വാരകാമേത്യ നിധനം ശതധന്വന അപ്രാപ്തിം ച മണേ പ്രാഹ പ്രിയായാ പ്രിയ വിഭൂ. പ്രിയായാ പ്രിയകേ വിഭു കേശവ തൻ്റെ പത്നിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഇത് ചെയ്തതേ. അപ്പോൾ ആ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു, തിരിച്ചു വന്നിട്ട് ദ്വാരകയിലേക്ക് മടങ്ങി വന്നിട്ട് സത്യഭാമയോടും മറ്റുള്ള എല്ലാവരോടും വിവരങ്ങളൊക്കെ പറഞ്ഞു. അതായത് ശതധന്വാവിനെ വധിച്ചു, പക്ഷെ ആ രത്നം ലഭിക്കുകയുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു തൻ്റെ പത്നിയോട്. തഥ സകാരയാമാസ ക്രിയാ ബന്ധോഹതസ്യ വൈ സാഗം സുഹൃദ്ഭിർഭഗവാൻ യായാസ്യു സാമ്പരായിക. അതിനുശേഷം ഭഗവാൻ ഹതസ്യ ബന്ധോ സാമ്പരായിക തൻ്റെ ആ മരിച്ചുപോയിട്ടുള്ള ബന്ധുവായിട്ടുള്ള സത്രാജിത്തിൻ്റെ പരലോക സംബന്ധികളായിട്ടുള്ള ശേഷക്രിയകളെല്ലാം യാസ്യു എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സുഹൃദ്ഭി സാഗം വൈ കാരയാമാസ ബന്ധുക്കളെ കൊണ്ട് താനും കൂടി ചേർന്ന് വേണ്ട രീതിയിൽ ചെയ്യിപ്പിച്ചു. അക്രൂര കൃതവർമാച ശ്രുത്വാ ചതനോർവഹം
വ്യുഷതുർഭയവിത്രസ്തൗ ദ്വാരകായാ പ്രയോജകൗ. ശതധനോ വധം ശ്രുത്വ, ഈ സമയത്ത് ശതധനോ അവനെ ഭഗവാൻ വധിച്ചു എന്ന് കേട്ടിട്ട് പ്രയോജകൗ, അതിന് പ്രേരണ നൽകിയവരായിട്ടുള്ള അക്രൂര കൃതവർമ്മ, അക്രൂരനും കൃതവർമാവും ഭയവിത്രസ്തോ, ഭയന്ന് വരച്ചുകൊണ്ട് ദ്വാരകായാ വ്യുഷതോ, ദ്വാരകയിൽ നിന്നും എവിടെ ഒളിച്ച് മാറി താമസിച്ചു. ശ്രീധരീയത്തിൽ പറയണത് ഭഗവാന്റെ അറിവോടും അഭിപ്രായത്തോടും കൂടിയിട്ടാണ് അക്രൂരൻ ഇവിടുന്ന് മാറി താമസിച്ചത് എന്നും, അല്ലാണ്ട് അല്ലെങ്കിൽ അങ്ങനെ പക്ഷപാതം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃതവർമാവും കൂടെ പോയത് എന്നും, അല്ലാണ്ട് ആർക്കും ഭഗവാനെ ഒന്നും വഞ്ചിക്കാൻ കഴിയില്ല എന്നാണ് ശ്രീധരീയത്തിൽ പറഞ്ഞത്. അതായത് ഭഗവാന്റെ അറിവോട് ഭഗവാന് ആഗ്രഹമുണ്ട ഈ മണി അക്രൂരനെ കൊണ്ട്, അതിനിപ്പോൾ വിസ്തരിച്ച് പറയും ചെയ്യും. ഈ അക്രൂരൻ എന്ത് ചെയ്തു? സ്യവന്തകവും കൊണ്ട് വാരാണസി കാശിയിൽ പോയിട്ട് പല സകർമ്മങ്ങളൊക്കെ നടത്തി. ഭഗവാന്റെ അഭിപ്രായം കൊണ്ടാണ് അക്രൂരൻ പോയതെന്ന് ജനങ്ങൾ പരസ്പരം സ്വകാര്യം പറയാനും ആരംഭിച്ചു എന്നാണ്. അതറിഞ്ഞുള്ള കൃഷ്ണൻ എന്ത് ചെയ്തു? അക്രൂരനെ വരുത്തി എന്നാണ്. തിരിച്ച് വന്നിട്ട് അക്രൂരനെ വിളിച്ചു വരുത്തിയിട്ട കാര്യം എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞു എന്നാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അക്രൂരേ പ്രോഷിതേരിഷ്ടാന്യാസൻ വൈ ദ്വാരകൗകസം ശാരീരാമാനസാസ്താവ മുഹുർദൈവിക ഭൗതിക. ഇങ്ങനെ ഹേ അംഗ പരീക്ഷത്തെ അക്രൂരെ പ്രോഷിതിങ്ങനെ അക്രൂരൻ രാജ്യം വിട്ടു പോയ സമയത്ത് അത് കാരണമായിട്ട് ദ്വാരക ഉപസാം, ഈ ദ്വാരകാവാസികൾക്ക് എല്ലാവർക്കും ശാരീര മാനസ ദൈവിക, ആധ്യാത്മികം, ആദിഭൗതികം, അതുമാതിരി ആദിദൈവികം, ഈ തരത്തിലുള്ള പലതരത്തിലുള്ള താപാ അരിഷ്ടാന് കഷ്ടപ്പാടുകളൊക്കെ മുഹു വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങിയെന്ന് പറയാണ്. ഇത്യം ഗോപദിശന്ത്യേകേ വിസ്മൃത്യ പ്രാഗുദാഹൃതം മുനിവാസനിവാസേക്കിം ഘടേതാരിഷ്ടദർശനം. ഈ സമയത്ത് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരും ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്ന് പറയാണ്. എന്താണ് ഇത്? പറയപ്പെട്ടതെല്ലാം വിസ്മരിച്ചിട്ട് ചിലരെ ഉപദേശിച്ചു തുടങ്ങി. അതെ, ഒരു കാര്യം ചെയ്യൂ, മുനിവാസനിവാസി, ഈ സർവ്വ മഹർഷിമാരുടെയും ആവാസ കേന്ദ്രമായിട്ടുള്ള വാസസ്ഥലത്ത് അരിഷ്ടദർശനം, ഇങ്ങനെ അരിഷ്ടങ്ങളൊക്കെ ഉണ്ടായി കാണുക എന്നുള്ളത് കിം ഘടേത, എങ്ങനെയാണ് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ പറയാൻ തുടങ്ങി. അതായത് എന്താണത്? ഭഗവാന്റെ ഇച്ഛയോണ്ടാണതൊക്കെ ഉണ്ടായത് യഥാർത്ഥത്തിൽ. പക്ഷെ അത് ആൾക്കാരെന്ത് പറയാൻ തുടങ്ങി? ഈ അക്രൂരൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ്. അദ്ദേഹം അവിടെ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തിന് ദേവന്മാർ, അദ്ദേഹത്തിന് അച്ഛനും ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അതുമാതിരി അത് അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ടെന്നാണ്. അവിടെ ഈ ദൈവികം, പ്രകൃതി, മറ്റേ ഈ 3 തരത്തിലുള്ള താപങ്ങളും ഉണ്ടാവില്ല ആ അക്രൂരൻ്റെ അച്ഛനുള്ള സ്ഥലത്ത്. ആ വരം അക്രൂരനും കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത് അങ്ങനെ ആൾക്കാർ പറയാൻ തുടങ്ങി. അക്രൂരൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഈ അരിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് എന്നുള്ളൊരു പ്രസ്താവന അങ്ങനെ ആ ദ്വാരകയിലൊക്കെ പരന്നു എന്ന് പറയുകയാണ്. പക്ഷെ അത് അറിവുള്ള ആൾക്കാർക്ക് അറിയാം, ഭഗവാൻ ഇവിടെ ഉണ്ടാവുമുണ്ടല്ലോ ഇങ്ങനെയൊന്നും. അതുമാതിരി ആ സർവ്വ മഹർഷിമാരുടെ മുനിവാസനിവാസേ കിം ഘടേത അരിഷ്ട ദർശനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എല്ലാ മുനിമാരുടെയും മഹർഷിമാരുടെയും ആവാസകേന്ദ്രമായിട്ടുള്ള ആളാരാണ്? അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ വാസസ്ഥലത്ത് ഇങ്ങനെ അരിഷ്ടങ്ങൾ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ ചില തോന്നിക്കൽ മാത്രമാണ്. ഭഗവാന്റെ ഉദ്ദേശം അങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ തമ്മിൽ ഇങ്ങനെ കഥ പറയാൻ തുടങ്ങി. ദേവേ വർഷതി കാശീശ സ്വൽക്കായാഗതായ വൈ സ്വസുതം ഗാന്ധിനീം പ്രാതൽ തതോ വർഷസ്മ കാശിഷു. ഈ കാശി രാജാവിൻ്റെ രാജ്യത്തിൽ ഒരിക്കൽ ദേവേന്ദ്രൻ തീരെ മഴ പെയ്ക്കാതിരുന്നു. അവർഷതി, ആ സമയത്ത് അവിടെ വന്നിട്ടുള്ള ശോഭൽക്കൻ, അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ശുഭൽക്കൻ, അക്രൂരിൻ്റെ അച്ഛൻ. അദ്ദേഹത്തിന് കാശി രാജാവായ തൻ്റെ മകളായിട്ടുള്ള ഗാന്ധിനിയെ വിവാഹം കഴിച്ചു കൊടുത്തു. അതോടുകൂടി തന്നെ അവർഷസ്മ തന്നെ അദ്ദേഹം ഈ ശോഭൽക്കൻ നമ്മുടെ കാശി രാജ്യത്തിൽ താമസിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ദേവേന്ദ്രൻ മഴ പെയ്യാനും ചെയ്യിപ്പിക്കാനും തുടങ്ങി എന്ന് പറയാം. ദേവന്മാരുടെയൊക്കെ ഒരു അനുഗ്രഹം ഈ ശോഭൽക്കൻ ഉണ്ടായിരുന്നു എന്നാണ്. തൽപ്രഭാവോ സാവക്രൂരോ യത്ര യത്ര ദേവോ വിവർഷതേ തത്ര നോപതാപാനമാരിക. തൽപ്രഭാവ, അത്ര തന്നെ പ്രഭാവശാലിയും, തൽസുത, ആ ശോഭൽക്കൻ്റെ പുത്രനുമായ അസൗ അക്രൂര, ഈ അക്രൂരൻ എത്ര എവിടെയൊക്കെ താമസിക്കുന്നതോ തത്ര അവിടങ്ങളിലെല്ലാം ദേവ ഇന്ദ്രൻ അഭിവർഷത, വണ്ണം മഴ പെയ്യിക്കുന്നു എന്ന് മാത്രമല്ല ഉപതാവ
സന്താപങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല, മഹാമാരികൾ ഒന്നും ഉണ്ടാവില്ല, അത്ഭുതമാണെന്ന് പറയുകയാണ്. ഇങ്ങനെ ഇരിവൃദ്ധവച ശ്രുത്വാ നൈരാവതിക കാരണം ഇരിമത്വാ സമാനായ പ്രാഹക്രൂരം ജനാർദ്ദന. വൃദ്ധവച, അങ്ങനെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വൃദ്ധന്മാരായിട്ടുള്ള ആ ദ്വാരകാവാസികളിലെ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇത് കേട്ടിട്ട് ഇതൊന്നും കാരണം ഇരിമത്ത്, ഏതായാലും ഇതൊന്നും കാരണമല്ല എന്ന് കരുതിയിട്ട് ജനാർദ്ദന അക്രൂരൻ സമാനായ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അതായത് ഭഗവാൻ അറിയാം എന്താ കാരണം എങ്കിൽ കൂടിയിട്ട് ഇവരുടെ വാക്കുകൾ കേട്ടോ, എന്നാൽ ശരി നമുക്ക് അക്രൂരൻ എവിടെ ഉണ്ടെച്ചാൽ അക്രൂരനെ വിളിച്ചു വരുത്താമെന്നായി. പൂജയിത്വാ വിഭാഷ്യൈനം കഥയിത്വാ പ്രിയാ കഥ വിജ്ഞാതാഖില ചിത്തജ്ഞ സ്മയമാന ഉവാച. ആ വാക്കുകളൊക്കെ വിജ്ഞാതാഖില ചിത്തജ്ഞ, എല്ലാവരുടെയും മനസ്സിരിപ്പ് എന്താ നന്നായിട്ട് അറിയുന്ന ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ ഇങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച് അക്രൂരനെ വിളിച്ചു വരുത്തിയിട്ട് വേണ്ട രീതിയിൽ അദ്ദേഹത്തിനെ പൂജിച്ച് അദ്ദേഹത്തിൻ്റെ സൗഖ്യ കുശലാന്വേഷണമൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനോട് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത്രേ എന്നാണ്. ഉവാചഹ, എന്താണ്? നനുദാനവദേന്യസ്ത ത്വയാസ്തേ ശതധന്വന സ്യമന്തകോ മണിശ്രീമൻ വിരിത പൂർവമേവന. ദാനപതേ എന്നാണ് വിളിച്ചത്. അതായത് ഇങ്ങനെ ആൾക്കാർ വന്നിങ്ങനെ യാദവന്മാർ പലരും കാശിയിലൊക്കെ പോയിട്ടുള്ളവർ തുടങ്ങിയ അക്രൂരനെ അവിടെ ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ ദാനങ്ങളങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേണ്ടതെന്ന് ഇങ്ങനെ ഇവിടെ വന്ന് കഥ പറഞ്ഞു. ഭഗവാൻ അറിയാം അക്രൂരൻ്റെ കയ്യിൽ ചില്ലി കാശ് എടുക്കാനില്ല. ഈ ദാനം എവിടുന്നാ ചെയ്യുന്നത്? ഈ ശിവന്തകമണി അക്രൂരിൻ്റെ കയ്യിലുണ്ടെന്ന് അത് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് അത് ഭഗവാൻ ആഗ്രഹമുണ്ട് അത് അക്രൂരിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കേണ്ടത്. പക്ഷെ അത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ദാനപതേ എന്നാണ് വിളിക്കുന്നത്. ഐശ്വര്യപൂർണനാം ആ ശ്രീമാൻ ശമന്തകമണി, ആ ശമന്തകരത്നം ശതധന്വാവിനാൽ തൊയി ന്യസ്ത, അങ്ങയിൽ നിക്ഷിപ്തമാക്കപ്പെട്ടതായി ആസ്തേ ഇരിപ്പുണ്ടല്ലോ എന്ന പൂർവം വായേവ, അത് എനിക്ക് ആദ്യം തന്നെ വിദിത അറിയുന്നുണ്ട്. അങ്ങയുടെ കയ്യിലാണ് ശതധന്വാവ് ഈ മണി തന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് ഭഗവാൻ. 3 വർഷം അക്രൂരൻ അങ്ങനെ കാശിയിൽ വസിച്ചു എന്നൊക്കെ വേറൊരു പുരാണത്തിലുണ്ട്. സത്രാജിതോ അനപത്യത്വൽ ഗർണീയുർദുഹിതുസുതാ ദായം വിനീയാവപ്പിണ്ടാൻ വിമുച്യർണം ച ശേഷിതം. സത്രാജിത്തിന് അനപത്യത്വൽ പുരുഷ സന്താനങ്ങളൊന്നുമില്ല. ദുഹിതുസുത പുത്രിയുടെ പുത്രന്മാർ അവ ഉദകക്രിയയൊക്കെ ചെയ്തു. പിണ്ടാൻ വിനീയ പിണ്ടോ നൽകി. ഋണം വിമുച്യ കടമൊക്കെ വീട്ടിന് ശേഷം ശേഷിതം ദായം ഗൃഹ്ണീയു. യഥാർത്ഥത്തിൽ ആ ദായം പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സ്വത്തൊക്കെ ആർക്കാ വേണ്ടത്? അദ്ദേഹത്തിൻ്റെ പുത്രിക്കും മക്കൾക്കും അല്ലേ വേണ്ടത്. ഉദ്ദേശം എന്താ വെച്ചാൽ പുത്രി ഭഗവാന്റെ ഭാര്യയില്ല. അതായത് ഭഗവാന്റെ അക്രൂരിന് യഥാർത്ഥത്തിൽ സത്രാജിത്തിൻ്റെ സമ്പാദ്യം അനുഭവിക്കാൻ അവകാശമില്ല എന്നും സ്യമന്തകം സത്യഭാമയുടെ പുത്രന്മാർക്കാണെന്നും അവകാശപ്പെട്ടതാണെന്നാണ് ഭഗവാൻ ഈ പറഞ്ഞതിൻ്റെ സാരം കേട്ടോ. അഥാവി ദുർധരസ്ത്വന്യൈ ത്വയ്യാസ്തം സുബ്രവേ മണി കിന്തുമം അഗ്രജ സമ്യക് ന പ്രത്യേരി മണി പ്രതി. തഥാപി അപ്രകാരമൊക്കെ ആണെങ്കിലും അന്യൈ ദുർധര മണി, സാധാരണക്കാർക്ക് ഒരിക്കലും ധരിക്കാൻ ദുർഘടമുള്ള ഈ രത്നം സുവ്രതേ നല്ല വ്രതനിഷ്ഠയുള്ള തൊയ്തു അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അങ്ങക്ക് തന്നെ അങ്ങനെയാണ് യോഗ്യൻ ഈ മണിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ. കാരണം അങ്ങത് വേണ്ട രീതിയിൽ പൂജിച്ച് വേണ്ട രീതിയിൽ ആ ധനം ഉപയോഗിക്കും, ദാനങ്ങൾ കൊടുത്ത് ഉപയോഗിക്കില്ലേ. അങ്ങയുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. പക്ഷെ എന്താണ് ഇത്? ഏട്ടൻ കൂടിയിട്ട് അഗ്രജ മണിം കിന്തു എന്നിരിക്കലും അഗ്രജ മണിം പ്രതി മാം സമ്യക് ന പ്രത്യേരി, എന്നെ അങ്ങോട്ട് വേണ്ട രീതിയിൽ വിശ്വാസം ഏട്ടനും കൂടി ഇല്ല എന്ന് പറയുകയാണ് ഈ ശമന്തകരത്നത്തിൻ്റെ കാര്യത്തിൽ. അതായത് ഞാൻ അപഹരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ശതദിനാവിനെ കൊന്നതൊക്കെ ഞാനാണെന്നൊരിതുണ്ട് എന്നാണ്. ഇതുകൊണ്ട് ആ ഏട്ടനൊരു സംശയമുണ്ട്, അത് തീർത്ത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ദർശയസ്വ മഹാഭാഗ ബന്ധൂനാം ശാന്തിമാവഹ അഭ്യുച്ഛിന്നാമഹാസ്തേദ്യ വർത്തന്തേരുമവേദയാ. ഹേ മഹാഭാഗ, അല്ലയോ മഹാഭാഗ്യശാലിയായവനെ, ദർശയിത്തു ആ രത്നം ഒന്ന് കാണിച്ചു തരൂ. ബന്ധൂനാം ശാന്തിമാവഹ, നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ആ സമാധാനം വരുത്തൂ. ആദ്യ
തേ ഇപ്പോൾ അങ്ങയുടെ ആ യാഗങ്ങളൊക്കെ രുഗ്മവേദി നല്ല സ്വർണവേദികളോട് കൂടിയിട്ട് അവ്യുച്ഛിന്ന യാതൊരു തടസ്സവും ഇല്ലാണ്ട് അനവരതം വർത്തന്തേ നടക്കുന്നുണ്ട്. വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് അക്രൂരൻ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള യജ്ഞങ്ങൾ നടത്തിയ ഈ മണി കൊണ്ട് എങ്ങനെയാണ് അക്രൂരോപ്യുത്തമ മണി സമുദ്ഭൂത സുവർണേന ഭഗവദ്യാനപരോ അനവരതം യജ്ഞാനിയാജ. ഈ രത്നം വെച്ച് പൂജിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സ്വർണം കൊണ്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ ഭഗവത് ധ്യാനപരോ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് വളരെയധികം യജ്ഞങ്ങൾ നടത്തി എന്നൊക്കെ വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് ഇപ്പോൾ ഭഗവാൻ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചത്. അവ്യുച്ഛിന്നാമധാസ്തേദ്യ വർത്തന്തേ. നല്ല സ്വർണ്ണവേദികളിൽ വെച്ച് വേണ്ട രീതിയിൽ യജ്ഞങ്ങളൊക്കെ നടക്കണില്ലേ എന്നൊക്കെ ഭഗവാൻ ചോദിച്ചത്. എന്നിട്ടോ ഏവം സാമഭിരാലബ്ധ ശ്വൽക്കതനയോ മണിം ആദായ വാസസാച്ഛന്നം ദദൗ സൂര്യസമപ്രഭം. ഏവം സാമഭി ആലബ്ധ, ഇപ്രകാരം നല്ല സാമ്യവാക്കുകളാൽ വശത്താക്കപ്പെട്ട ശ്വൽക്കതനയ, ആ ശ്വൽക്കൻ്റെ പുത്രനായിട്ടുള്ള അക്രൂരൻ സൂര്യസമപ്രഭം, അങ്ങനെ ആ സൂര്യനോട് തുല്യം പ്രഭയുള്ളതും വാസസാച്ഛന്നം തൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ മൂടി പേച്ചിട്ടുമായിട്ടുള്ള മണിം ആദായ ദദൗ, മണി രത്നത്തെ എടുത്തിട്ട് ഭഗവാന് കൊടുത്തു. സ്യമന്തകം ദർശയിത്വാ ജ്ഞാതിഭ്യോ രജ ആത്മന വിമൃജ്യ മണിനാഭൂയ തസ്മൈ പ്രത്യർപ്പയൽ പ്രഭു. ആ പ്രഭു എന്നുള്ള വാക്കാ പ്രഭ എല്ലാറ്റിനും കഴിവുള്ള ആളാണ് ഭഗവാൻ. അദ്ദേഹം എന്ത് ചെയ്തു? ജ്ഞാതിഭ്യ തൻ്റെ സ്വജനങ്ങൾക്ക് എല്ലാവരെയും മുമ്പിൽ വെച്ചതാ നിങ്ങളൊക്കെ കണ്ടോളിന്ന് സ്യമന്തകം ദർശയിത്വ, ആ സ്യമന്തകം രത്നത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇതാ അപ്പോൾ കണ്ടില്ലേ, മനസ്സിലായില്ലേ ഞാനെന്നല്ല കട്ടെടുത്തുള്ളത്. ഇതാ അത് അക്രൂരിൻ്റെ കയ്യിൽ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് മണിന ആത്മന രജ വിമൃജ്യ, ഈ മണി കാരണം തനിക്ക് വന്നുപെട്ട ആ രജസ്സിനെ, അതായത് ഒരു എന്താണ് കളങ്കം ഉണ്ടായില്ലേ, അതിനെ മാറ്റി കളഞ്ഞ് രജസ് പൊടി എന്നർത്ഥം. എന്തെങ്കിലും വൃത്തിയായിട്ടിരിക്കുന്ന സാധനത്തിൽ പൊടി എന്ന് പറഞ്ഞാൽ ചളി വന്നതിന് മൂടില്ലേ, അതിനെ തുടച്ചു കളയുന്ന മാതിരിയാണ്. രജ വിമൃജ്യ ഭൂയ തസ്മൈ, എല്ലാവർക്കും കാണിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അക്രൂരന് തന്നെ പ്രത്യർപ്പയൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറയുകയാണ്. യസ്ത്വേതൽ ഭഗവത ഈശ്വരസ്യ വിഷ്ണോർ വീര്യാഢ്യം മൃഗിണഹരം സുമംഗളം ച ആഖ്യാനം പടതി ശൃണോത്യനുസ്മരേൽ വാ ദുഷ്കീർത്തിം ദുരിതമപോഹ്യ യാതി ശാന്തിം. ഇപ്രകാരമുള്ള ഭഗവത ഈശ്വരസ്യ വിഷ്ണു വീര്യാഢ്യം, ഏറ്റവും ഭഗവാനും ഈശ്വരനുമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ആ പ്രഭാവത്താൽ യോഗ്യവും വീര്യാഢ്യം വൃജിനഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നതുമായിട്ടുള്ള എന്ന് മാത്രമല്ല സുമംഗളച്ച മംഗളപ്രദവുമായ ഈ കഥയെ, ഈ ആഖ്യാനത്തെ യത്തു പടതി, ആരാണത് വേണ്ട രീതിയിൽ പാരായണം ചെയ്യുന്നത്, ശൃണോതി കേൾക്കുന്നത് എന്ന് മാത്രമല്ല അനുസ്മരയിൽ വാ സ്മരിക്കുകയോ ചെയ്യുന്നത്, അവൻ ദുഷ്കീർത്തിം ദുരിതം അപോഹ്യ, അപകീർത്തിയും ദുഷ്കൃതത്തെയും ഒക്കെ ദൂരീകരിച്ചിട്ട് ശാന്തിം യാതി, പരമമായിട്ടുള്ള മനഃശാന്തിയെ പ്രാപിക്കുന്നു എന്ന് ആ ഫലശ്രുതിയും പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ശമന്തകോപാഖ്യാനം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനേ സപ്തപഞ്ചാശത്തമോധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇതിൽ വിഷ്ണുപുരാണത്തിൽ ആ സ്യമന്തക മന്ത്രം തന്നെ പറഞ്ഞിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സിംഹ പ്രസേനമവധിയിൽ സിംഹോ ജാമ്പവതാഹത സുകുമാരകമാരോധി തവഹ്യേഷ സ്യമന്തക. ഈ ഭാഗവതത്തിൻ്റെ 2 അധ്യായക്കും തുല്യഫലമാണ് ഈ ഒറ്റ വരി ചെല്ലുക എന്ന് വിഷ്ണുപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണത്.